ഹായ് ഗായ്സ്, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പരിപാടി? നമ്മള് ഈദിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഷോപ്പിംഗ് ഷോപ്പിംഗ് കുട്ടികളൊന്നുമില്ല കേട്ടോ, നമ്മള് രണ്ടാളും മാത്രം. കുട്ടികൾക്ക് ഡ്രസ്സ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചത്, എല്ലാവർക്കും കൂടി ഒപ്പെടുക്കല് ടാസ്ക് കേൾക്കാരം. പിന്നെ എനിക്ക് നല്ലത് കിട്ടൂല, ബാവാക്ക് നല്ലത് കിട്ടൂല. ഓലും കൊണ്ട് പോയാലേ ഓർക്ക് ആദ്യം നമ്മൾ എടുത്ത് വെച്ചു, പക്ഷെ ആ വീഡിയോ എടുത്തിട്ടില്ല നമ്മള്. ഓക്കെ, നമുക്ക് പോയോക്കല്ലോ. നമ്മള് മഞ്ചേരിക്കട്ടെ നമ്മള് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. നമ്മള് ഇവിടെ അടുത്തുള്ള ടൗൺ പറഞ്ഞ മഞ്ചേരിയാ അല്ലേ? മഞ്ചേരി ഇക്ക പോവാ. മഞ്ചേരി കൊറേ ഉണ്ടല്ലോ, കൊണ്ട് കയറി വെക്കുക. അതായത് ഇപ്പൊ ഓരോ പെരുന്നാളാകുമ്പോഴല്ലോ കൊറേ ഷോപ്പുകൾ ഇപ്പൊ മഞ്ചേരി വരുന്നുണ്ട്, ഇഷ്ടം പോലെ. നിങ്ങളെ പുതിയൊരു ഷോപ്പ് തുടങ്ങിക്കണല്ലോ മഞ്ചേരി, മെൻസിന്. മറ്റേ അവിടെ തന്നെ മറ്റേ നമ്മള് സാധാരണ ആ പള്ളിന്റെ റൂട്ടില്ലേ, അവിടെ തന്നെ. അത് നമ്മള് ആർക്കെടുക്കണം? ആദ്യം എനിക്ക് എടുക്കാം, എന്നാ പിന്നെ എനിക്കൊന്ന് സ്വൈരായിട്ട് കുത്തിക്കാം. അതായത് എനിക്ക് എടുക്കാന്ന് പറഞ്ഞാലേ ഞാൻ 1.5 മണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ച് ആദ്യത്തെ പോലെ ഞാൻ അങ്ങനെ പോസ്റ്റ് ആക്കൂലല്ലോ. പിന്നെ എനിക്കിപ്പോ വേഗം ആദ്യമൊക്കെ പറഞ്ഞാല് ഞാൻ കൊറേ ഷോപ്പ് കയറിയിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത ഷോപ്പ് കയറും, അങ്ങനെ. പക്ഷെ ഇപ്പൊ എനിക്ക് 2 ഷോപ്പിലൊക്കെ കയറിയാ തന്നെ ഡ്രസ്സ് അത് വെറുതെ. ലാസ്റ്റ് നമ്മളിപ്പോ ഡ്രസ്സ് എടുത്തത്, നിക്കാന് ഡ്രസ്സ് എടുത്ത് 1 ഷോപ്പിലല്ലേ കയറിയിട്ടുള്ളൂ. അത് 2 ഡ്രസ്സ് ഒന്ന് തപ്പിയപ്പത്തിന് തന്നെ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എടുത്തോർന്നു, അവിടെ എടുത്തു. അല്ലട്ടോ, ഞാൻ എനിക്ക് പറ്റിയതാണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കലുള്ളൂ. എനിക്ക് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാല് അനക്ക് നല്ല പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞല്ലോ. ഈ ഞമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യം ശോക അവസ്ഥയാകാരം. അവിടെ ഇങ്ങനെ അന്തം കൂട്ടിരിക്കേണ്ടി വരും. ഇന്നതായാലും പോയി നോക്കിയിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എടുക്കൂലട്ടോ. പെരുന്നാൾക്ക് ഡ്രസ്സില്ല, അല്ലാതെ ഇതിപ്പോ കിട്ടണ്ടേ. ഓൾക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4-5 ഷോപ്പിലേലും കയറണം. എന്നിട്ട് ആ ഉള്ള ആൾക്കാരെ കൊണ്ട് മൊത്തം അത് വലിച്ചിടിപ്പിച്ച് എന്നിട്ട് അത് കിട്ടൂല, ഒന്നും കിട്ടൂല. എന്നിട്ട് സാധനം എടുക്കൂട്ടോ, സാധനം എടുത്തുകൊണ്ട് പിറ്റേ ദിവസം ഇങ്ങനെ ആലോചിച്ചു, ഇത് മതിയോ, ഇത് വേണോ, ഇതിന്റെ കളറ് പോരാ, പിന്നെയും മാറ്റാൻ കൊണ്ടുപോകും. നമ്മളെ സെയിം പെണ്ണുങ്ങളെ അതേ അവസ്ഥ. അല്ല, സാധാരണ ഇപ്പത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. ഇതൊക്കെ വീണ്ടും മറ്റേ ഇത് തള്ള വൈബ് സെറ്റപ്പ് ആണ്. അതിനൊക്കെ നമ്മള് ഒരു കടയിൽ കയറുക, അവിടുന്ന് തന്നെ ഏതെങ്കിലും കിട്ടുക, എടുക്കുക, പോരുക, അത്രേ ഉള്ളൂ. അത് പിന്നെ കഴിഞ്ഞു. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് പറഞ്ഞാല് ഒരേ പാറ്റേൺ ഡ്രസ് തന്നെ ഉണ്ടാവുള്ളൂ. ഒരു പാന്റ് ഷർട്ട്, ഒരു മുണ്ട് ഷർട്ട്, ടീഷർട്ട്, അതല്ലേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മോഡൽ ഇങ്ങനെ ഉണ്ടാക്കുകയോ, അപ്പൊ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. പെണ്ണുങ്ങൾക്കും അങ്ങനെ ആക്കിയാൽ മതി ശരിക്ക്. ഒന്നെങ്കിൽ ഒരു ചുരിദാർ, ഒരു മാക്സി, മോഡൽ ഇങ്ങനെ ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഏത് എടുക്കും എന്നുള്ളത്. എന്തിനാണ് അങ്ങനെ കൺഫ്യൂഷൻ അടിക്കണത്തിനാ? അതിന്റെ ആവശ്യമില്ലല്ലോ. ആദ്യം ഇവിടെ കയറാം, മറ്റേ അയാമില്ലേ, അയാമില് കയറാം. പിന്നെ എന്റെ അടുത്തൊക്കെ കടകളല്ലേ എല്ലായിടത്തും. അല്ല, പിന്നെ ഒക്കെ ഒന്ന് കണ്ടറിയണം. ഓക്കെ, എന്താ ഒക്കെ ഒന്ന് കണ്ടറിയണം. പിസ്കനാണ്, പിശുക്കത്തരാണ്. പക്ഷെ എന്നാലും ഞാൻ ഊറ്റി കുടിക്കാറുണ്ട്. അങ്ങനെ നമ്മളെ മഞ്ചേരി എത്തിട്ടോ. ഇതാണ് നമ്മളെ എന്താണ് നമ്മള് മഞ്ചേരി ടൗണിലെത്തി. തുറക്കല് അല്ലെ? ഇതാണ് ബാപ്പുട്ടി ബൈപ്പാസ്. ബാപ്പുട്ടി ബൈപ്പാസ് ഇത് ഫുള്ള് ബാപ്പുട്ടി ബൈപ്പാസ്. അപ്പൊ അങ്ങോട്ടല്ല, ആ ഷോപ്പുകൾ ആ റൂട്ടിനല്ലേ ബാപ്പുട്ടി ബൈപ്പാസ് പറയുന്നത്. ഇത് മിസിരി അല്ലേ? ഇപ്പോൾ കൊണ്ടോട്ടിയിലാണ് അല്ല, സോറി, മഞ്ചേരി. മഞ്ചേരിത്തെ റോഡും വഴിയൊന്നും നേരിക്ക് അറിയൂല. ഞാൻ കൊണ്ടോട്ടിന്ന് വന്നിട്ട് ആകെ 3 കൊല്ലം 4 കൊല്ലം ആവണുള്ളൂ. എന്നിട്ട് എനിക്ക് മഞ്ചേരി മൊത്തം അറിയാം. ഞാന് ഇവിടെ ജനിച്ചതാണെന്നുണ്ടെങ്കിലും ഞാൻ കൊറേ കാലം ബാംഗ്ലൂരിൽ, നാടും ഇതൊക്കെ ഞാൻ മറന്നിരിക്കണേ ഏറെക്കുറെ. ഓ, അങ്ങനെ നമ്മള് മഞ്ചേരി ടൗണൊക്കെ എത്താണ്. ദിസ് ഈസ് തുറക്കൽ. നമ്മള് ആ റൂട്ടിന് പോയാലോ? ഇത് ബാപ്പുട്ടി റൂട്ടല്ലേ? അതന്നെ ഞാൻ പറഞ്ഞതേ. അവിടെ പോയാ മതി. അപ്പൊ പിന്നെ അവിടെ കൊറേ ഷോപ്പുകളുണ്ട്. ഇവിടെ മിനിറ്റിന് ഷോപ്പ് ഇറക്കണ മാതിരി ആ ഏരിയയിലൊക്കെ ഇപ്പൊ എന്തൊരു ഷോപ്പ് അറിയോ? അവിടെ പ്രീമിയം ഷോപ്സ് ആണല്ലേ? വേറെ ഏതോ ഒരു ഇതിക്ക് വന്ന മാതിരിക്കാണ്.
നാട്ടിക്ക്. നമ്മളെ നല്ല നല്ല കിടിലൻ ഷോപ്പ്, അത് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയാണ്. ഞാൻ ഈ ഷോപ്പാ പറഞ്ഞത്, കുട്ടികളെ അങ്ങണ്ടില്ലേ ഡിസ്പ്ലേ വെച്ച് അവിടെ പറഞ്ഞത്. നമുക്ക് ജുബേ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ പോരുമ്പോ കേറി നോക്കാം. ഓക്കേ. തുറക്കൽ പാപ്പുട്ടി ബൈപ്പാസ് റോഡ് മഞ്ചേരി. ഞാൻ പറഞ്ഞ ഇതാ സിറോഷി. ഇവിടെ കയറി വെക്കണോ? അവിടെ പാർക്കിങ്ങിനൊന്നും സ്പേസ് ഇല്ല. പാർക്കിങ് ഓടി ഉണ്ടാവില്ല കാരണം നാളെ പെരുന്നാളുടെ തിരക്കായി തുടങ്ങി. മഞ്ചേരി ഇന്നലെ രാത്രി എന്താ തിരക്കറിയോ? ഞങ്ങളിവിടെ ആദ്യം എടുക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് മതി പറഞ്ഞാണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വന്ന സ്ഥലം നമ്മുടെ മഞ്ചേരിയിലെ അയാം. അങ്ങനെ ഫസ്റ്റ് കടി കയറിയാണ്ട് അവള് ചെക്കിങ് തുടങ്ങി കേട്ടോ. ഇവിടുന്ന് കിട്ടുമോ എന്താ നോക്കിയിട്ട് തന്നെ വേണം. അതവിടെ വെച്ചു. ഇനി അടുത്തത് ഫസ്റ്റ് ഷോപ്പ്. അങ്ങനെ ഫസ്റ്റ് കടി കയറി ഇതാ പോരുന്നത്. ഇനി എത്ര ഇതേപോലെ ഇന്ന് വൈകുന്നേരം ഒരു 4-5 മണി വരെ ഇങ്ങനെ കയറി എടുക്കേണ്ടി. ഇനി ഈ പോണ ഈ ലൈൻ ഇതാ ഇതിത്തെ ഫസ്റ്റ് കടകളൊക്കെ കഴിഞ്ഞിട്ട് മതി വാമി ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി വരുമ്പോ കേറാം. ഇത് അങ്ങോട്ട് വണ്ടി എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാൻ പറയും. പിന്നെ ഇങ്ങനെ പോകേണ്ടി വരും. ഇതേ നടക്കണം പറയട്ടില്ല. ആദ്യം ഒരു ലൈനത്ത് മൊത്തം പോവാ, എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ വരാം. ഈ ലൈനിലൊന്നും ഇല്ലല്ലോ. ഈ ലൈനിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആദ്യം ഇങ്ങനെ പോയി നോക്കുക. ഇത് നല്ല രസമായി കയറി നമുക്ക് ഇങ്ങനെ വെറുതെ ചുറ്റി വരാം അവിടെ നിന്ന് ഇങ്ങനെ. ഇനി ലാസ്റ്റ് അവിടെ ഒന്ന് കാണും, അവിടെയും കൂടി ഉണ്ട് കയറി. അപ്പൊ അതിലാറെ നല്ലത് എന്ത് മീര അതാ നമുക്ക് ഫസ്റ്റ് അങ്ങനെ ചെയ്യാം. ഏത് ഇതാണ് തോന്നുന്നു പാർട്ടി വെയറിന്റെ അല്ലല്ലോ മേലേക്കതാ കേറല്ലേ നമ്മൾ കൊണ്ടല്ലോ കൊണ്ടിട്ട്. ഹായ് എന്റെ കുടുംബം അല്ലേ? എനിക്ക് ഇന്നറിട്ട ഒരു നാക്ക് ഇത് എനിക്കൊരു ഇഷ്ടം. ഇതെങ്ങനെയുണ്ട്? അങ്ങനെ രണ്ടാമത്തെ ഷോപ്പത്തെ വിസിറ്റും കഴിഞ്ഞു. ഇനി എത്രണ്ണോ മഞ്ചേരിയുള്ള സകല അതിലും കയറും തോന്നുന്നുണ്ട്. ഇതോ അപ്പൊ രണ്ടാമത്തായി. മൂന്നാമത്തെ 2 കഴിഞ്ഞ 3 അല്ലാത്ത. അതെ. ഇനി അപ്പൊ നമുക്ക് അടുത്ത് പോയേക്കാം. അടുത്ത ഷോപ്പൊക്കെ കയറിയിട്ടുണ്ടോ? ഇവിടുന്ന് വിട്ടു നോക്കണ്ടേ. ഇതോ അപ്പൊ എത്രാമത്തെ കടയായി? 3 4-മത്തേക്ക്. മൂന്നാമത്തെ മാത്രമാണോ? നാലാമത്തത് നേരം വിളിക്കുന്നേ. എന്ത് ഞാൻ പറഞ്ഞില്ല, ഇത് ഇതേപോലെ കയറി. ഇന്ന് രാത്രി ആയ വരെ ഓൾക്ക് സാധനം കിട്ടൂല. ടൈമില്ല. അതെ. വീണ്ടും അടുത്ത ഷോപ്പിലേക്ക്. പെരുന്നാൾ തിരക്കിന്റെ അവസ്ഥ ഇപ്പത്. മഞ്ചേരി നല്ല തിരക്കാണ്, അതും ഈ ഏരിയയിൽ തന്നെ എത്ര തിരക്കാണ്. അപ്പൊ ടൗണിലൊക്കെ നല്ല ഇതിലാറായിരിക്കും. അങ്ങനെ ഇമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ഇമ്മാക്ക് എന്താ എടുക്കണേ? ഇതോ എന്താ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ. നോമ്പല്ലേ, വെള്ളം കുടിക്കണ്ടേ? അങ്ങനെതാ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇനിയുണ്ട് ബാക്കി. ഇനി കുട്ടികളെയും കൊണ്ടുവന്ന് ഓർക്ക് ആവശ്യമുള്ള ചെരുപ്പ് ഷൂ ഒക്കെ എടുക്കാനുള്ളതാണ്. ഈ പറഞ്ഞ ഇന്റെ ഡ്രസ് എടുക്കാൻ എങ്ങനെ ഉണ്ടായി? ഒറ്റ കടി കയറി ആകെ മാക്സിമം 10-15 മിനിറ്റ്. അതിന്റെ ഉള്ളിൽ ഇന്റെ പരിപാടി ആയിരുന്നു. ഞാൻ പോകും ഒരു ഷർട്ടും വേണ്ടല്ലോ, അത്രക്കനെ ഉണ്ടാവുള്ളൂ. ഇത് എത്ര കട എനിക്ക് തോന്നുന്നു 6-7 കട കയറി. ലാസ്റ്റ് ഞങ്ങള് ആദ്യം എടുത്ത ഷോപ്പിൽ തന്നെ എത്തി. അവിടെ എടുത്തു. അത് 6-7 കട കയറിയിട്ടാണ് ഓൾക്ക് ഉള്ള സാധനം കിട്ടിയത്. എന്താ പിന്നെ കുറച്ച് സാധനം, പിന്നെ ഉമ്മാക്കുള്ള ഷോള് മാക്സി അതൊക്കെ വാങ്ങിയത്. പിന്നെ കുറച്ച് അതേപോലെ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. ഇനിയും വാങ്ങാണ്ട്. അത് നമ്മള് ഇൻഷാല്ലാ വേറൊരു ദിവസം വരും. ഇന്ന് നാളെ ആയിട്ട് വരുമല്ലേ?
പിന്നെ ഇപ്പൊ വെയിലാണ്. പിന്നെ ഇന്ന് ബദ്രീങ്ങളാണ്ടും കൂടി ആയതുകൊണ്ട് കുട്ടികളെ അംഗനവാടി എടുക്കാണ്ട്. രാവിലെ 11 മണിയൊക്കെ ആയപ്പോ പോന്നതല്ലേ. 3 മണി. അപ്പൊ ഇനി നിന്ന കുട്ടികളെ കൊണ്ടുവരല് നടക്കൂല. അപ്പൊ ഞങ്ങള് ഇപ്പൊ വീട്ടിക്ക് പോവാണ്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വേറെ ഷോപ്പിങ്ങും ചെയ്യും. നേരെ പോയി കൊണ്ടുവരാൻ 3:30 കൃത്യത്തിന് ടീച്ചർ അവിടെ നിന്ന് വിടുള്ളൂ. ആ 18 എല്ലാം പെരേന്ന് പോയാണ്ട് അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോണ്ടി വരും പള്ളിക്ക്. രാത്രി സോയിനും കൊണ്ട് ഷൂ എടുക്കാൻ ഇറങ്ങി. നോക്ക് സോയ, ഷൂ കിട്ടിയോ? ലൈറ്റ് കത്തുന്ന ഷൂ കിട്ടിയോ? ഇഷ്ടമായോ? അവിടെ നിന്ന് കഴിഞ്ഞാണ്ട് ഞങ്ങൾ നൈസായിട്ട് ഒരു മദർലാൻഡ് എടുത്തു. രണ്ട് വിധം മദർലാൻഡും മസാല സോഡ, മോര് സോഡ. കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നത് ഗ്രാഫിക്കാട്ടോ മഞ്ചേരിയിലെ. ഇവിടുന്ന് നമ്മൾ കഴിച്ചത്, ഇതിന്റെ പേര് പറഞ്ഞാൽ പിസ്താച്ചോ കുനാഫ ബ്രൗണി എന്ന് പറഞ്ഞ ഒരു ഡിസേർട്ടാണ്. എങ്ങനെയുണ്ടടി? രസമുണ്ടോ? മഞ്ചേരിയിൽ തിരക്കാട്ടോ ഈ മാരിബ് കഴിഞ്ഞതിന് ശേഷമുള്ള. എല്ലാ പരിപാടിയും കഴിഞ്ഞ് വേണ്ടി കുഴിച്ചടിച്ചു. ഇപ്പൊ ഫാൻസി കയറി. ഇവിടുന്ന് കുറേ ഉണ്ടോ? എന്തൊക്കെ എടുത്തുപ്പോ? ഇവിടുന്ന് കുറച്ച് സാധനങ്ങളുള്ളേ. സോയി ഉണ്ടോ? അപ്പം സോയിയ. അപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ.